ഞങ്ങൾ എന്തിനാ വിളിച്ചെന്നറിയാവോ? നമുക്കൊരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. ആരാ നീ കേട്ടാ ഞെട്ടും. അതിന് ആരാ ജീനി നമ്മുടെ കൂടെ കൊളാബറേഷൻ? ഇവിടെയാണെങ്കിലും ഈ ലിവിംഗ് റൂമിൽ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജിമിൻ അവിടെ വന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ തിരക്കി നടക്കുമായിരുന്നല്ലോ. അല്ല, എന്തിനാ എന്നെ തിരക്കി നടക്കണേ? വല്ല കാര്യമുണ്ടോ? അതല്ല, ഇന്ത്യയിൽ പോകുന്ന കാര്യം എന്തായി? കൺസേണിന്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തോ? VIP സീറ്റിന് എടുക്കണം കേട്ടില്ല. നമ്മള് പിന്നെ VIP സീറ്റ് അല്ലാതെ പിന്നെ ഏതെടുക്കാനാ? പിന്നെ ഇന്ത്യയിൽ നമുക്ക് ആ കൺസേർട്ട് ദിവസത്തിന് മുമ്പ് തന്നെ പോണം കേട്ടോ. നമുക്ക് അവിടെ കുറച്ച് കറങ്ങാനൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ജൂനേട്ടനകത്ത് പോട്ടെ. ജൂനേട്ടൻ പുറത്താന്ന് തോന്നുന്നു. ശരി. ജൂനേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനാണെങ്കിൽ വീടിനോട് സംസാരിച്ച് ജൂനേട്ടേട്ടാന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അത് ജൂനേട്ടാ, നമുക്ക് മാനേജറോട് വേണമെങ്കിൽ മാത്രം പറയാം. എന്നിട്ട് നമുക്ക് പോകാം. വേറെ ആരും അറിയണ്ട. ഓക്കെ ജിമി, നമുക്ക് ഈ ഊഞ്ഞാലിരിക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ അവർ പോകാൻ പോകുന്നതും ടിക്കറ്റിൻ്റെ കാര്യവും പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ജിമിൻ ആറമ്മയോട് പറഞ്ഞു. നമ്മളിപ്പോൾ 3 പേരെയും കണ്ടു. ഇനി നമുക്ക് ലാസ്റ്റ് ഷുഗേനെയാണ്. ഷുഗയാണെങ്കിൽ റെക്കോർഡറിൻ്റെ മുമ്പിലേക്ക് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണെന്ന് നോക്കിയാലോ? ക്ലാപ്പ് ചെയ്യണ സൗണ്ട് കേട്ടിട്ടാണ് ഷുഗ തിരിഞ്ഞു നോക്കിയത്. നിങ്ങളിവിടെ എല്ലാം കൂടെ എന്ത് ചെയ്യാണ്? ഞങ്ങളുടെ എന്താന്ന് അറിയാനായാലും ഇതെവിടെന്നാ ഈ പുതിയത്? നീ പുതിയതായിട്ട് ഉണ്ടാക്കിയാണോ? നീ പുതിയ ഉണ്ടാക്കി എങ്ങനെയുണ്ട്? പൊളിച്ചു പോണ. ഉണ്ടാക്കിയടാ, എനിക്കും കൂടെ കുറച്ച് കാടാ. ഇങ്ങനെ ആക്രാന്തം കാണിക്കലടാ. എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു മുത്തേ, നീ തന്നെയാണ് സോളമേറ്റ്. എടാ, മുഴുവൻ തീർത്തേക്കല്ലേടാ, ഞങ്ങൾക്കും കൂടെ വേണേ. കേട്ടു. ഇതും പറഞ്ഞ് ജിമിൻ കിച്ചണിലോട്ട് പോവുകയും ചെയ്തു. അല്ല ജോനേട്ടാ, നമുക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണ്ടേ? ഇനി അപ്പോഴേക്കും നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ? ഇല്ല, നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മൾ നേരെ നമ്മുടെ പ്രൈവറ്റ് സിറ്റിയിൽ പോകാം. അതാണെങ്കിൽ ആരെയും സംശയം ഉണ്ടാവില്ലല്ലോ. എങ്ങനെ എന്റെ ഐഡിയ? ആ ഐഡിയ തന്നെ വിളിച്ചു ജൂണേ. പെർഫെക്റ്റ്. നിങ്ങളെന്താ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്നേ? എന്നോടും പറ കാര്യം. അതില്ലടാ, ജൂണേട്ടൻ പറയാണ് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് സിറ്റിയിൽ പോകാന്ന്, ഇന്ത്യയിലോട്ട്. അതെന്തായാലും കൊള്ളാം, നല്ല ഐഡിയ. നിങ്ങളുടെ സംസാരമൊക്കെ നിർത്തിട്ട് എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നേ. ഇത് നോക്കിയേ നിങ്ങള്. എന്തിനാണ് ഇങ്ങനെ കാല് പിടിക്കുന്നേ? ഞങ്ങളിപ്പോ വരാം. Never be better than a Kingston. You smile better than the skin start me. So don't bother mess with my mommy, with my mommy, with my mommy. If I take your bad, say you're better than she. The girl back, long time them don't eat. Rap on pop off, make you move like freak. They say them a gangster, but so is not me. They gon' put hands on the chick. They gon' put hands on the. Eyes watching when I'm coming through the door. What I'ma do, they ain't prepared for. എന്താണ് ഇങ്ങനെ ഇവരിങ്ങനെ ഇട്ടിട്ട്? നീ ഇപ്പൊ തന്നെ ഇതായ. അങ്ങനെയാണെങ്കിൽ അവിടെ 4 പേരുടെയും പുതിയ സിനിമ ഇറങ്ങി, നീ കണ്ടായിരുന്നാ? അതിനകത്ത് 4 പേരുടെ ഡാൻസ് കണ്ട? പിന്നെ അവര് തന്നെയാണ് 4 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി കൊടുത്തത്. ഇതൊക്കെ അറിയാവോ നിനക്ക്? എന്റെ ഷുഗേട്ട ടെററാണല്ലേ. അത് ഷുഗേറിനെ മനസ്സിലായി അവരുടെ പുതിയ പാട്ടിറങ്ങി, ഒരു പുതിയ സിനിമയിലൊക്കെ അഭിനയിച്ചെന്ന്. എടാ മണ്ടന്മാര്, നീ ഈ ലോകത്തൊന്നും ഒരു ജീവിക്കണേ. ആ ഗൂഗിൾ എടുത്ത് നോക്ക്, അവിടെ 4 പേരുടെ പാട്ടാ ട്രെൻഡിങ്. ഷുഗേട്ട, ഞങ്ങൾക്ക് ഫോൺ എടുക്കാൻ സമയമൊന്നുമില്ല. മര്യാദയ്ക്ക് അത് TV ആയിട്ട് കണക്ട് ചെയ്തേ, നമുക്ക് കാണാം അവിടെ 4 പേരുടെയും സോങ്. നീ പറഞ്ഞാൽ ശരിയാ, ഞാൻ ഇപ്പൊ തന്നെ കണക്ട് ചെയ്യാം.
അപ്പോൾ എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു 4 പാട്ടുകൾ ഞാനിവിടെ വയ്ക്കുകയാണ്. 1 മിനിറ്റ് എങ്ങാനും ഉണ്ടാവുള്ളൂ 4 പാട്ടും. അപ്പോൾ നമുക്ക് അവരുടെ പാട്ടായിട്ടാണ് ഇന്നത്തെ വെച്ചേക്കുന്നത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സിഡാല സഞ്ജ കണ്ണു വിസിലടി മോർണിംഗ് ഫ്ലാഷ് ഷൈനി പോനി കേരമൽ അഴക ടേസ്റ്റി പാക്കുരണ്ടി നീ സ്വാലി പോന ഗലിഗ. മാക്സിമം പണ്ട് ലെങ്ത് കുറച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് ബാക്കിയുള്ള കഥയൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മാത്രം ഞാൻ എടുത്തിട്ടത്. കേട്ടല്ലോ? Sugar, will you stop this? വീയുടെ സൗണ്ട് ആ ഹാളിൽ മുഴുവൻ മുഴങ്ങി. കുക്കിയുടെ ആ പാട്ട് തുടങ്ങുന്നു മുതൽ വിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒന്നാമതേ വി അല്ലെങ്കിൽ പൊസസീവാണ് എന്നെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. എടാ നീ നടന്ന്, അവള് നിന്റെ തന്നെയാ കേട്ടോ. നോ അവളെ എന്റെ തന്നെയാ, വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അവളെ. ഷീസ് മൈൻ ഫോർ എവർ എന്നും പറഞ്ഞ വി അവൻ്റെ റൂമിലോട്ട് പോയി. എന്റെ ഷുഗേട്ടാ, നിങ്ങളൊരു കൊലപാതകം അടങ്ങുള്ളല്ലേ? നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പോലെ ഈ എല്ലാവരുമായിട്ട് പറയണ എന്തിനായിരുന്നു? നിങ്ങൾക്ക് ആൾറെഡി അറിയാലോ അവൻ കുറച്ച് പോസസീവ് ആണെന്ന്. അവൻ പ്രത്യേകിച്ച് കുക്കിങ്ങിനോട്. ഇനി ഇതിന് പറയുകയാണെങ്കിൽ ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. എടാ അവനിങ്ങനെ ജലസരിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ഓൾറെഡി കെട്ടിയിട്ട് അയാൾക്ക് 2 മക്കളൊക്കെ ഉള്ളതാ. എന്റെ ഷുഗേട്ട കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും അവന്റെ പെണ്ണല്ലേ ഇത്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ മുറിയിൽ വി കുക്കിയുടെ ഫോട്ടോ നോക്കി മനസ്സിൽ കുറേ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. You driving me crazy. When will you become mine? I'm waiting for this moment. ഇതും പറഞ്ഞ് വി കുക്കീസിൻ്റെ പുതിയ പുതിയ എഡിറ്റ്സ് ഒക്കെ കാണുമായിരുന്നു. ഫാൻസ് ഉണ്ടായിരുന്നു. 그냥 좋아한단 말도 안 되는가요? 솔직하게 난 말하고 싶어요. 사라져 아니 사라지지 마. 내 맘을 보여줘 아니 보여주지 마. 하루 종일 머릿속에 네 미소만. 우리 그냥 한번 만나볼래요. 나 오늘부터 너랑 잠을 한번 자볼 거야. 너 매일매일 내게 전화도 할 거야. My baby looks so cute while this. എന്നത് കുക്കിയുടെ ഫോട്ടോ നോക്കി പറഞ്ഞു. എടി കിങ്സാണെടി നമ്മളോട് കൊളാബറേറ്റ് ചെയ്യുന്നേ. എന്ത്? ശരിക്കും? അതെ ശരിക്കും. ഞങ്ങളാദ്യം ഞെട്ടിപ്പോയി. പിന്നെ അങ്കിള് പറഞ്ഞു ഇത് അവരുടെ CEO പറഞ്ഞതാണെന്ന്. റിയലി? നമുക്കിനി അവരെ നേരിട്ട് കാണാമല്ലോ. അതല്ല, അപ്പോൾ അവരുടെ സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത് അങ്കിള് പറഞ്ഞു അച്ഛനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറെ മുറിയുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെ അച്ഛൻ പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. അമ്മ ഓൾറെഡി വഴക്കല്ലേ, അപ്പൊ നമുക്ക് ഈ കൺസേർട്ട് കണ്ട് 2 മാസം കഴിഞ്ഞിട്ട് കൊളാബറേഷൻ മതി അവരോട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. അതെന്തായാലും ശരിയാ. ഇനി അമ്മേനെ വെറുതെ വിഷമിപ്പിക്കണ്ട. അമ്മ എത്ര നാളായി പറയണത് നമ്മളുടെ അമ്മയുടെ കൂടെ നിൽക്കാൻ. നമുക്കെന്നാ സംസാരം കഴിഞ്ഞില്ലേ, നമുക്കൊരു ഫുഡ് കഴിക്കാൻ പോവാം. I'm waiting for you, baby. എന്നും പറഞ്ഞ് അവൻ ജിയുടെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലുണ്ടായിരുന്ന ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫിക്ക് ബട്ട് ജോലി ആയിപ്പോയി മോളെ. ഞാൻ വരുന്നുണ്ട്.
I'm waiting for you.